ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രശോഫ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സോക്രട്ടീസിൻ്റെ ടീച്ചിങ്സാണ്. സോക്രട്ടീസ് ഈസ് വൺ ഓഫ് ദ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒരു ഫിലോസഫറായിരുന്നു വെസ്റ്റേൺ തോട്ടിൽ. അദ്ദേഹം 470 399 BCയിൽ ഏതൻസിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹം ഒന്നും എഴുതി വച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സുകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് പിന്നെ അവരുടെ സോക്രട്ടീസിൻ്റെ ശിഷ്യന്മാരായ പ്ലേറ്റോയും സെനഫോൺ, ഇവർ രണ്ടുപേരുടെയും അവർ സോക്രട്ടീസിനെ കുറിച്ച് എഴുതിയ വിവരങ്ങളിൽ നിന്നാണ് സോക്രട്ടീസിൻ്റെ കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞത്. സോക്രട്ടീസിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആസ്കിങ് പ്രോബിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആളുകളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡായിരുന്നു സോക്രട്ടീസിൻ്റെ മെത്തേഡ്. ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, സോക്രട്ടീസിൻ്റെ ടീച്ചിങ്സിൽ ഒന്നാമത്തത് നോ ദൈ സെൽഫ്, അതായത് അവരവരെ കുറിച്ച് അറിയുക. സെൽഫ് അവയർനെസ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻ, ഇത് അറിഞ്ഞാൽ അവർക്ക് ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. സെൽഫ് അവയർനെസ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻ ആർ ദ കീ ടു ലിവ് ഫുൾഫില്ലിങ് ലൈഫ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ, നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് നമ്മളെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ സെൽഫ് അവയർനെസ്. രണ്ടാമത്തത് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അത് എന്തുകൊണ്ട് അത് ചെയ്തു, അതിനെക്കുറിച്ച് അതെന്തുകൊണ്ടാണ്, നമ്മളത് എന്തുകൊണ്ട് വിശ്വസിച്ചു, എന്തുകൊണ്ട് ആ പ്രവൃത്തി ഞാൻ ചെയ്തു, എന്തുകൊണ്ടാണ് ഇവിടം ഇങ്ങനെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യു ക്യാൻ എക്സാമിൻ ദ റീസൺ ബിഹൈൻഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ക്വസ്റ്റ്യൻ ദെയർ ബിലീവ് ആൻഡ് ആക്ഷൻ, വേൾഡ് അറൗണ്ട് ദം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ക്വസ്റ്റ്യൻ ഇങ്ങനെ ആസ്ക് ചെയ്യുമ്പോഴത്തേക്ക്, ക്വസ്റ്റ്യൻ ദെയർ ബിലീവ്, ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഒരു ഉത്തരവും കിട്ടും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പം സോക്രട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൽ കൂടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. നെക്സ്റ്റ്, ഐ നോ ദാറ്റ് ഐ ആം ഇൻ്റലിജൻറ്റ് ബിക്കോസ് ഐ നോ ദാറ്റ് ഐ നോ നത്തിങ്. സോക്രട്ടീസ് പറയുന്നതാണ്. ഇതിൽ കൂടെ സോക്രട്ടീസ് പറയുന്ന ഇൻ്റലിജൻറ്റ് പീപ്പിള് അവർ എപ്പോഴും ഹ്യൂമിലിറ്റി ഇൻ നോളജ്, അവരുടെ നോളജുള്ള പീപ്പിൾ അങ്ങനെയാണ്. ദേ ആർ വെരി, അവർക്ക് അറിയാമെന്നുള്ള അവർ വെളിയിൽ കാണിക്കേണ്ട. അവർ എന്നെ പറയും ഐ ഡോണ്ട് നോ എനിത്തിങ്. നമ്മളൊരു ഈ അറിവെന്ന് പറയുന്നത് ഒരു സ്വല്പം ഒരാൾ അറിവെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയും. നമുക്കൊന്നും ബാക്കിയുള്ള ഒരു കാര്യങ്ങളും അറിയില്ല, കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പം ചിലരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഇസ് ഡിഫറൻ്റ് ആണ്. എന്തെങ്കിലും ഒരു ഇത് കഴിഞ്ഞാൽ തിങ്കിങ് ദേ നോ എവറിത്തിങ്. അപ്പം ഈ അറിവുള്ളവരുടെ ഇതാണ് ഇവിടെ പറയുന്നത്. ദേ ആർ ഇൻ്റലിജൻറ്റ് സ്റ്റിൽ ദേ സേ ഐ ഡോണ്ട് നോ എനിത്തിങ്. അങ്ങനെ അവർ വീണ്ടും വീണ്ടും പഠിക്കും. പക്ഷേ ഈ അറിയാമെന്ന് പറയുന്നവർ പഠിക്കത്തുമില്ല. അത് ഇതാണ്. അടുത്ത സോക്രട്ടീസിൻ്റെ
ഇതെന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി. ഇത് കോർണർ സ്റ്റോൺ ഓഫ് സോക്രട്ടീസിൻ്റെ ഫിലോസഫിയുടെ ഒരു കോർണർ സ്റ്റോണാണ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ഉള്ളവരാവണം. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വളരെ ഓരോരോ കാര്യങ്ങൾ അറിയാനുള്ള ഉത്സുകരായിരിക്കണം. നമ്മൾ ഉത്സാഹം കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിവുകൾ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണ് ഈ വലിയ ആളുകളൊക്കെ, മഹാന്മാരൊക്കെ അങ്ങനെയാണ്. സയൻറ്റിസ്റ്റുകൾ അവരെല്ലാം വളരെ ക്യൂരിയസ് ആയിരിക്കും. ദേ ആൾവേസ് ക്യൂരിയസ്, വാണ്ട് ടു ലേൺ മോർ തിങ്സ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വളരെ ഉത്സുകരുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ദേ ആൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ഫ്രം അതർ പീപ്പിൾ. മറ്റുള്ളവർ അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കും അവർ. ദാറ്റ്സ് ദ വേ ദേ ആർ ഗ്രോയിങ്. അങ്ങനെയാണ് ആളുകൾ ഗ്രോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റി പറയുന്നത്. ഒരു ലീഡറുടെ ഒരു പരിവേഷമാണ് നിങ്ങൾക്കുള്ളെങ്കിൽ, നിങ്ങളുടെ പേരിൽ നിങ്ങളെ കുറച്ച് പേരെ ലീഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ വളരെ എന്തായിരിക്കണം, വെർച്യു ആയിരിക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് ഇൻ്റഗ്രിറ്റി ഉള്ളവരായിരിക്കണം. ഈ 2 ക്വാളിറ്റികൾ നിങ്ങൾക്കുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പീപ്പിളിനെ ലീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ആയിരിക്കും നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ളവരിലോട്ട് മാത്രമേ ആളുകൾ അട്രാക്റ്റ് ചെയ്യൂ. എന്നിട്ട് ഒരു ലീഡർ ഒരു സെർവറും ആയിരിക്കണം. അവരുടെ ടീമിലുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അത് അവർക്ക് ഫീൽ ചെയ്യണം, ദേ ആർ ഹെൽപ്പിങ് അസ്. അപ്പം ലീഡർഷിപ്പ് സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഇൻ്റഗ്രിറ്റി ഉള്ളവരായിരിക്കണം, വെർച്യു ഉള്ളവരായിരിക്കണം, അവർ സെർവ് ചെയ്യുന്നവരായിരിക്കണം. മറ്റുള്ളവരെ, ആ ടീമിലുള്ള അംഗങ്ങളെ അവരെ പൊക്കിക്കൊണ്ട് വരാൻ അവർ ഉത്സാഹം കാണിക്കുന്നവരായിരിക്കണം. നെക്സ്റ്റ്, നോളജ് എന്ന് പറയുന്നതിനെ കുറിച്ച്. നോളജ് ഗുഡും അതുപോലെ തന്നെ ഇഗ്നറൻസ് ഈവിളും ആയിട്ടാണ് സോക്രട്ടീസ് പറയുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. ഗുഡ് നോളജ് ഉള്ളവന് മാത്രമേ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അവൻ നല്ല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇഗ്നറൻ്റ്, അവന് ഒന്നും അറിയില്ല. ദേ ഡു ലോട്ട് ഓഫ് അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യും ബിക്കോസ് ഓഫ് ഹിസ് ഇഗ്നറൻസ്. അപ്പം നോളജ് ഈസ് ഗുഡ്. നോളജ് നേടിയെടുക്കണം. നോളജ് വളരെ ഇതാണ്. നമ്മുടെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കുന്നതിന് നമുക്ക് അറിവുണ്ടായിരിക്കണം. നോളജ്. നെക്സ്റ്റ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയണം. ഫ്രണ്ട്ഷിപ്പ് ഡോണ്ട് ഗെറ്റ് ക്വിക്കായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് നിങ്ങൾ ചാടരുതെന്നാണ് പറയുന്നത്. ക്വിക്കായിട്ട് ചാടരുത്. സ്ലോയിൽ ഫാൾ ഇൻ ടു എ ഫ്രണ്ട്ഷിപ്പ്. നല്ലതുപോലെ പഠിച്ച് ട്രസ്റ്റ് ഉള്ള അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രമേ ചെന്ന് പെടാൻ പാടുള്ളൂ. സ്ലോ ആയിട്ട് സ്റ്റഡി ചെയ്ത് ദെൻ ഓൺലി യു ഗെറ്റ് ഇൻ എ റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ്. സോക്രട്ടീസിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ ലൈഫ് സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി. ഒരു കല്ലുകൊത്തുകാരൻ്റെയും ഒരു മിഡ് വൈഫിൻ്റെ മകനായിട്ടാണ് ഇദ്ദേഹം ഏതൻസിൽ ബോൺ ചെയ്തത്. പ്രാഥമിക വിദ്യാഭ്യാസം, അന്ന് ഔദ്യോഗിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. പക്ഷേ ആൾ വളരെ ബുദ്ധിമാനായിരുന്നു പഠിക്കാനും മറ്റ് ഇതിലൊക്കെ. ഹി വാസ് ക്യൂരിയസ് അബൌട്ട് വേൾഡ് അറൗണ്ട് ഹിം. യൂത്ത് ആയിരുന്നപ്പോൾ, ചെറുപ്പം 10 പ്രായമായപ്പം തന്നെ അദ്ദേഹം ഫിലോസഫിയിലൊക്കെ ഈസ് ജസ്റ്റ് ജേർണി ടു ഫിലോസഫി. He didn't know much about his early education or career. അപ്പോൾ അദ്ദേഹത്തിന് ഒഫീഷ്യൽ എഡ്യൂക്കേഷൻസ് ഒന്നുമില്ല. ഈസ് വളരെ യൂത്തായപ്പം തന്നെ ഫിലോസഫിയിലൊക്കെ വളരെ പ്രാഗൽഭ്യം കാണിച്ചു. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഇയാളൊരു യൂത്തുകളുടെ ആ കാലഘട്ടത്തിൽ അവിടുത്തെ കൗമാരപ്രായക്കാരുടെ ഒരു ഹരമായിരുന്നു. ഇയാൾ പൊതുസ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ
ഇത് സ്പീച്ചസ് കേൾക്കാൻ ആളുകൾ യൂത്തുകൾ വളരെ കൂടുമായിരുന്നു. അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ എക്സ്ക്യൂസ് മീ ഗ്രീസിലെ ഏതൻസിലെ ഒരു വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി ഈ യുവാക്കളുടെ ഇടയിൽ. ഇദ്ദേഹത്തിൻ്റെ അറിവും മറ്റുള്ള ഇദ്ദേഹത്തിൻ്റെ ആ ഫിലോസഫിയും ജനങ്ങളെ ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കളെ ആകർഷിച്ചു. അങ്ങനെ അവസാനം അവിടെ ഏതൻസ് ഭരണകൂടത്തിന് ഇദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായി. അപ്പം അവിടുത്തെ നിയമങ്ങൾക്കും അവിടുത്തെ വിശ്വാസങ്ങൾക്കൊക്കെ എതിരായി ആളുകൾ തിരിയാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിന് എതിരെ വാർണിങ്ങുകളൊക്കെ കൊടുത്ത് ഇല്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അതേപോലെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ശിക്ഷിച്ചു, വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പം ഇതിന് ഇതും കൊടുത്തു. കാരണം നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട്, ഇതിന് മാപ്പ് പറയുകയാണെങ്കിൽ ഇയാൾക്ക് വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാം. പക്ഷേ അപ്പം ഇയാൾ സോക്രട്ടീസ് പറഞ്ഞ സത്യം അല്ലാതാവില്ലല്ലോ ഞാൻ മാപ്പ് പറഞ്ഞാൽ. ദാറ്റ് ഈസ് സോക്രട്ടീസ്. അതാണ് സോക്രട്ടീസ്. സത്യമാണല്ലോ. ഇപ്പം ഞാൻ മാപ്പ് എന്നും പറഞ്ഞുകൊണ്ട് സത്യമല്ലാതാവില്ലല്ലോ. അങ്ങനെ അയാളത് അക്സെപ്റ്റ് ചെയ്തു. അയാളെ വിധി മരണത്തിന് അയാൾ പറഞ്ഞ് ഞാനത് ഇല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്, അതിന് നിങ്ങൾക്ക് എനിക്ക് വധശിക്ഷ തരാൻ ഐ ആം വില്ലിങ് ടു അക്സെപ്റ്റ് ദാറ്റ്. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ഉഗ്രവിഷം എന്നൊക്കെ തൂക്കിക്കൊല്ലൊക്കെ അല്ല, ഇതുപോലെ തന്നെ ഈ ഹെംലോക്ക് എന്ന് പറയുന്ന ഒരു സസ്യത്തിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന ഒരു ചാറാണ്. അപ്പോൾ അത് കൊടുത്ത് അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അങ്ങനെ അയാളെ ലൈഫ് സെൻറ്റൻസ്. അപ്പോൾ ഇതാണ് സോക്രട്ടീസിൻ്റെ ടീച്ചിങ്സും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു വീഡിയോയുമായി നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.